നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻസി കണ്ണൻ. വിശദമായ റിപ്പോർട്ടുകൾ നോക്കാം. അടുത്ത ഹജ്ജ് മുതൽ ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകർക്ക് 20 ദിവസത്തെ പാക്കേജും ഉൾപ്പെടുത്തി. കേന്ദ്ര സർക്കാരിന്റേതാണ് പുതിയ തീരുമാനം. അടുത്ത ഹജ്ജിനുള്ള അപേക്ഷ സമർപ്പണം ഉടൻ തുടങ്ങുമെന്നാണ് സൂചന. 40 മുതൽ 45 ദിവസം വരെയുള്ള നിലവിലുള്ള ഹജ്ജ് പാക്കേജിന് പുറമെ 20 ദിവസത്തെ പാക്കേജ് കൂടി അടുത്ത വർഷം മുതൽ ഉണ്ടാകുമെന്ന് കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. പ്രവാസികളെയും പ്രായം ചെന്നവരെയും മറ്റു തിരക്കുകളുള്ളവരെയുമെല്ലാം പരിഗണിച്ചാണ് 20 ദിവസത്തെ ഹജ്ജ് പാക്കേജ് തയ്യാറാക്കുന്നത്. നിശ്ചിത എണ്ണം തീർത്ഥാടകർക്കായിരിക്കും ഇതിനുള്ള അവസരം ലഭിക്കുക. തെരഞ്ഞെടുക്കപ്പെട്ട പുറപ്പെടൽ കേന്ദ്രങ്ങളിൽ നിന്ന് മാത്രമായിരിക്കും പാക്കേജ് നടപ്പിലാക്കുക. അടുത്ത ഹജ്ജ് നയത്തിൽ ഇതു സംബന്ധമായ വിശദാംശങ്ങൾ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. അടുത്തയാഴ്ചയോടെ പുതിയ ഹജ്ജ് നയം പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷ. അതോടൊപ്പം അടുത്ത ഹജ്ജിനുള്ള അപേക്ഷാ സമർപ്പണവും വരും ദിവസങ്ങളിൽ ആരംഭിക്കും. 20 ദിവസത്തെ ഹജ്ജ് പാക്കേജ് നടപ്പാക്കണമെന്നത് സി മുഹമ്മദ് ഫൈസി ചെയർമാനായ കഴിഞ്ഞ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ ആവശ്യമായിരുന്നു. വകുപ്പ് മന്ത്രിമാരോടും ഹജ്ജ് കമ്മിറ്റി യോഗങ്ങളിലും ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു. അടുത്ത വർഷത്തെ ഹജ്ജിന് തീർത്ഥാടകർക്ക് കയ്യിൽ ധരിക്കാൻ ഹജ്ജ് സുവിധ റിസ്റ്റ് ബാൻഡ് നൽകാനും തീരുമാനമായിട്ടുണ്ട്. തീർത്ഥാടകരുടെ ആരോഗ്യകാര്യങ്ങൾ നിരീക്ഷിക്കാനും കാണാതാവുന്ന തീർത്ഥാടകരെ കണ്ടെത്താനുമെല്ലാം ഇത് സഹായിക്കുമെന്നാണ് പ്രതീക്ഷ. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് മക്ക സെൻട്രൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഹജ്ജ് വോളണ്ടിയേഴ്സിനായി സ്നേഹാദരവ് സംഗമം സംഘടിപ്പിച്ചു. മക്ക ഹുസൈനിയിൽ നടന്ന ചടങ്ങ് IOC സീനിയർ ലീഡർ ഷാനിയാസ് കുന്നിക്കോട് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ഷാജി ചുനക്കര അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നൌഷാദ് തൊടുപുഴ, ജാവേദ് മിയാൻദാദ് തുടങ്ങിയവർ സംസാരിച്ചു. സൗദി പൌരപ്രമുഖരും ഹജ്ജ് സേവന മേഖലയിലെ പ്രമുഖരും ഇന്ത്യൻ ഹജ്ജ് മിഷൻ ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു. ഹജ്ജ് സേവനമനുഷ്ഠിച്ച സന്നദ്ധ സേവകരായ കുടുംബങ്ങൾക്കും വ്യക്തികൾക്കുമുള്ള മെമന്റോകളും സർട്ടിഫിക്കറ്റുകളും ചടങ്ങിൽ വിതരണം ചെയ്തു. ഒമാനിൽ മലയാളി കുടുംബം സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ട് 4 വയസ്സുകാരി മരിച്ചു. കണ്ണൂർ മട്ടന്നൂർ കീഴ്ശ്ശേരി സ്വദേശി നവാസിന്റെയും റസിയയുടെയും ഇളയ മകൾ ജസ ഹൈറയാണ് മരിച്ചത്. നവാസും കുടുംബവും സലാലയിൽ പോയി തിരികെ വരുമ്പോൾ ഹൈമയ്ക്കടുത്ത് ആദമിൽ വെച്ച് വാഹനം അപകടത്തിൽപ്പെടുകയായിരുന്നു. ശക്തമായ പൊടിക്കാറ്റിൽ കാറിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു. അപകടത്തിൽപ്പെട്ട വാഹനത്തിൽ നിന്നും പുറത്തേക്ക് തെറിച്ചു വീണതിനെ തുടർന്നാണ് ജസ ഹൈറ മരിച്ചത്. മറ്റുള്ളവരുടെ പരിക്കുകൾ സാരമുള്ളതല്ല. നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോയതായും ബന്ധപ്പെട്ടവർ അറിയിച്ചു. ഒമാനിലെ സലാലയിൽ തൃശൂർ സ്വദേശിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. വാടാനപ്പള്ളി തൃത്തല സ്വദേശി പനക്കപ്പറമ്പിൽ സുമേഷാണ് മരിച്ചത്. ഗർബിയിൽ സുമേഷ് ജോലി ചെയ്യുന്ന ഫുഡ് സ്റ്റഫ് കടയുടെ സ്റ്റോറിലാണ് മൃതദേഹം കണ്ടെത്തിയത്. റോയൽ ഒമാൻ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. നടപടികൾ പൂർത്തീകരിച്ച് മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകും. 6 വർഷത്തോളമായി സലാലയിൽ ജോലി ചെയ്തു വരികയാണ്. കുവൈറ്റിൽ മലയാളി മരിച്ചു. തിരുവനന്തപുരം നെടുമങ്ങാട് കോങ്ങണങ്കോട് സ്വദേശി ഹബീബ മൻസിൽ ഹാഷിം അബൂബക്കറാണ് ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചത്. 58 വയസ്സായിരുന്നു പ്രായം. കുവൈറ്റ് കേരള മുസ്ലിം അസോസിയേഷൻ ജഹ്റ ബ്രാഞ്ച് അംഗമായിരുന്നു. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വരുന്നതായി KKMA മാഗ്നറ്റ് ടീം അറിയിച്ചു. റിയാദിൽ വാഹനാപകടത്തെ തുടർന്ന് നിയമക്കുരുക്കിലകപ്പെട്ട മലയാളി നാട്ടിലേക്ക് മടങ്ങി. 7 വർഷമായി റിയാദിൽ കുടുങ്ങിയ കോഴിക്കോട് കുന്നമംഗലം സ്വദേശി ഷാജുവാണ് നാട്ടിലേക്ക് മടങ്ങിയത്. റിയാദിലെ സാമൂഹ്യ പ്രവർത്തകരുടെ 7 വർഷത്തെ കൂട്ടായ ശ്രമങ്ങളാണ് ഷാജുവിന് നാടണയാൻ സഹായകരമായത്. 7 വർഷം മുമ്പാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. റിയാദിലെ മുസാമിയ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു നിർമ്മാണ കമ്പനിയിൽ ഡ്രൈവർ വിസയിൽ എത്തിയതായിരുന്നു കോഴിക്കോട് കുന്നമംഗലം പടനിലം സ്വദേശി ഷാജു. ഇദ്ദേഹം ഓടിച്ച ടാങ്കർ വാഹനത്തിൻ്റെ പുറകിൽ മറ്റൊരു വാഹനം ഇടിക്കുകയും അപകടത്തിൽ സ്വദേശി പൗരൻ തൽക്ഷണം മരിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് ഷാജു നിയമക്കുരുക്കിൽ അകപ്പെട്ടത്. ഡ്രൈവിംഗ് ലൈസൻസോ താമസ രേഖകളോ ശരിയാക്കി നൽകാതെയാണ് തൊഴിലുടമ ഷാജുവിനെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചിരുന്നത്. ഇതുകൊണ്ട് തന്നെ അപകടത്തെ തുടർന്ന് ഷാജുവിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കുകയും ചെയ്തു. തുടർന്ന് റിയാദിലെ സാമൂഹിക പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വിഷയത്തിൽ ഇടപെടുകയും ഇന്ത്യൻ എംബസി മുഖേന ഷാജുവിനെ 1 മാസത്തിന് ശേഷം ജയിൽ മോചിതനാക്കുകയും ചെയ്തു. സംഭവം നടന്ന് 1.5 വർഷത്തിന് ശേഷം മരണപ്പെട്ട സൗദി പൗരന്റെ കുടുംബത്തിന് 3 ലക്ഷം റിയാൽ ദിയാധനമായി നൽകണമെന്ന് റിയാദ് കോടതി വിധി പുറപ്പെടുവിച്ചു. എന്നാൽ ദിയാധനമായി നൽകേണ്ട 3 ലക്ഷം റിയാലിൽ
തങ്ങളുടെ ഭാഗത്തു നിന്നും പകുതി തുക മാത്രമേ നൽകാൻ സാധിക്കുകയുള്ളൂ എന്നും ബാക്കി തുക ഷാജു സ്വയം കണ്ടെത്തണമെന്നുമായിരുന്നു തൊഴിലുടമയുടെ വാദം. ഇതേ തുടർന്ന് കേസ് വീണ്ടും 4 വർഷം നീണ്ടുപോയി. ദിയാധനം മുഴുവനും സ്ഥാപനത്തെ കൊണ്ട് അടപ്പിക്കുന്നതിനുള്ള സാധ്യതകൾ തേടി സാമൂഹിക പ്രവർത്തകർ പിന്നീട് കേസ് പുനരാരംഭിച്ചു. നാട്ടിലുള്ള ബ്ലോഗർമാരുടെയും സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിൽ ഇതിനായുള്ള ഫണ്ട് സമാഹരണം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നടത്തിവരികയുമായിരുന്നു. ഇതിനിടെയാണ് നിർബന്ധിത സാഹചര്യത്തിൽ മുഴുവൻ ദിയാധനവും നൽകാൻ ഷാജുവിൻ്റെ തൊഴിലുടമ തയ്യാറായത്. ഇതോടെയാണ് 7 വർഷത്തിന് ശേഷം കഴിഞ്ഞ ദിവസം ഷാജുവിന് നാട്ടിലേക്ക് മടങ്ങാൻ സാധ്യമായത്. റിയാദിലെ പ്രമുഖ സാമൂഹിക പ്രവർത്തകരായ ഷിഹാബ് കൊട്ടുകാട്, സിദ്ദീഖ് തുവൂർ, ഗഫൂർ കൊയിലാണ്ടി, മജീദ് പുളക്കാട്, നിഹാസ് പാനൂർ, സുബൈർ കൊടുങ്ങല്ലൂർ, പ്രകാശ് കൊയിലാണ്ടി എന്നിവരുടെ കൂട്ടായ ശ്രമങ്ങളാണ് ഇതിന് സഹായകമായത്. ഇസ്മായിൽ പയ്യോളി, 24, റിയാദ്. കുവൈറ്റിൽ 404 വ്യക്തികളുടെ സിവിൽ ഐഡിയിൽ നിന്ന് താമസ സ്ഥലം സംബന്ധിച്ച രേഖകൾ റദ്ദാക്കിയതായി പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ. ഇവർ താമസിക്കുന്ന സ്ഥലം സംബന്ധിച്ച വിവരങ്ങൾ നിലവിൽ സർക്കാർ രേഖയിൽ ഇല്ലാത്തതിനാൽ നടപടി സ്വീകരിച്ചുവെന്നാണ് അധികൃതർ വ്യക്തമാക്കിയത്. 1 മാസത്തിനുള്ളിൽ താമസ സ്ഥലം സംബന്ധിച്ച പുതിയ രേഖകൾ സമർപ്പിച്ച് അഡ്രസ് പുനഃസ്ഥാപിക്കണമെന്നും അല്ലാത്തപക്ഷം 100 ദിനാറോളം പിഴ ഒടുക്കേണ്ടി വരുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. രക്ഷാപ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായി UAE നാഷണൽ ഗാർഡ് ഈ വർഷം ഇതുവരെ കരയിലും കടലിലുമായി 347 രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയതായി അധികൃതർ അറിയിച്ചു. ഈ വർഷം ജനുവരി മുതലുള്ള കണക്കാണ് UAE നാഷണൽ ഗാർഡ് അധികൃതർ പുറത്തുവിട്ടത്. അബുദാബി തീരത്ത് കടലിൽ കുടുങ്ങിയ 4 പേരെ രക്ഷപ്പെടുത്തിയതുൾപ്പെടെ കരയിലും കടലിലുമായി 347 രക്ഷാപ്രവർത്തനങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയതായി UAE നാഷണൽ ഗാർഡ് കമാൻഡ് അറിയിച്ചു. ഇതിൽ നാഷണൽ സെർച്ച് ആൻഡ് റെസ്ക്യൂ സെന്റർ 218 രക്ഷാപ്രവർത്തനങ്ങളും അറേബ്യൻ ഗൾഫിലും ഒമാൻ കടലിലും തീരസംരക്ഷണ സേന യൂണിറ്റ് 129 രക്ഷാപ്രവർത്തനങ്ങളും നടത്തിയതായും അധികൃതർ വ്യക്തമാക്കി. പരിക്കേറ്റവരെയും കൊണ്ട് ആഭ്യന്തര എയർ ആംബുലൻസ് ട്രാൻസ്ഫറുകളും അന്താരാഷ്ട്ര മെഡിക്കൽ എയർ ആംബുലൻസ് ട്രാൻസ്ഫറുകളും പൂർത്തിയാക്കിയിട്ടുണ്ട്. UAE പ്രഖ്യാപിച്ച സമൂഹ വർഷത്തോടനുബന്ധിച്ച് കാര്യക്ഷമമായ സേവനങ്ങൾ നൽകുന്നതിനുള്ള പ്രതിബദ്ധതയുള്ള ശ്രമങ്ങൾ തുടരുമെന്ന് നാഷണൽ ഗാർഡ് കമാൻഡ് പ്രസ്താവനയിൽ അറിയിച്ചു. 24, ദുബായ്. സംസ്കൃതി ഖത്തർ ബ്ലഡ് ഡോണേഴ്സ് ഫോറത്തിന് തുടക്കമായി. ഹമദ് ബ്ലഡ് ഡോണർ സെന്ററിന്റെ സഹകരണത്തോടെ ഖത്തർ നാഷണൽ ബ്ലഡ് ഡോണർ സെന്ററിൽ സംഘടിപ്പിച്ച രക്തദാന ക്യാമ്പ് ഖത്തർ ഇന്ത്യൻ എംബസി ഖത്തർ ഫസ്റ്റ് സെക്രട്ടറി ഡോക്ടർ വൈഭു തണ്ടാലെ ഉദ്ഘാടനം ചെയ്തു. സംസ്കൃതി സോഷ്യൽ സർവീസ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ക്യാമ്പിൽ സ്ത്രീകളടക്കം 193 പേർ രക്തദാനം നടത്തി. ക്യാമ്പിൽ കുട്ടീസ് മെഡിക്കൽ സെന്ററിന്റെ സൗജന്യ ഡോക്ടർ കൺസൾട്ടേഷൻ സൗകര്യവും ഒരുക്കിയിരുന്നു. സംസ്കൃതി പ്രസിഡന്റ് സാബിത് സഹീർ അധ്യക്ഷനായിരുന്നു. സംസ്കൃതി ജനറൽ സെക്രട്ടറി ഷംസീർ അരിക്കുളം, ICBF മാനേജിംഗ് കമ്മിറ്റി അംഗം മിനി സിബി തുടങ്ങിയവർ പങ്കെടുത്തു. സൗദി കിഴക്കൻ പ്രവിശ്യയിലെ കായിക പ്രേമികൾക്ക് ഉത്സവരാവുകൾ സമ്മാനിച്ച് കൊല്ലം പ്രീമിയർ ലീഗ് സീസൺ 6 സംഘടിപ്പിക്കുന്നു. കൊല്ലം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും സൗദിയിലെ കിഴക്കൻ പ്രവിശ്യയിലെത്തിയ ക്രിക്കറ്റ് പ്രേമികൾ വ്യത്യസ്ത ടീമുകളിൽ അണിനിരക്കും. 10 ടീമുകളാണ് കൊല്ലം പ്രീമിയർ ലീഗ് സീസൺ 6 ഒരുങ്ങുന്നത്. കഴിഞ്ഞ 5 സീസണുകളിലും സൗദി കിഴക്കൻ പ്രവിശ്യയിലെ കായിക ലോകത്തിന് വിശിഷ്ട ക്രിക്കറ്റ് പ്രേമികൾക്ക് വാശിയുടെയും വീറിന്റെയും ആവേശ രാവുകൾ സമ്മാനിച്ച കൊല്ലം പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടീമാണ് പ്രീമിയർ ലീഗ് സീസൺ 6 ഒരുങ്ങുന്നത്. കൊല്ലം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും സൗദിയിലെ കിഴക്കൻ പ്രവിശ്യയിലെത്തിയ ക്രിക്കറ്റ് താരങ്ങൾ 10 ടീമുകളായി കളിക്കളത്തിലിറങ്ങും. അൽക്കോബാർ ക്രൗൺ പ്ലാസ ഹോട്ടൽ സംഘടിപ്പിച്ച കളിക്കാർക്ക് വേണ്ടിയുള്ള ലേലം വിളിയിൽ 10 ടീമുകൾക്കായി 130ഓളം കളിക്കാരെ സാങ്കല്പിക തുകയിലൂടെ വിളിച്ചെടുത്തു. കിഴക്കൻ പ്രവിശ്യയിലെ ക്ഷണിക്കപ്പെട്ട അതിഥികളുടെ സാന്നിധ്യത്തിൽ IPL മാതൃകയിൽ നടന്ന ഓപ്ഷനും ശ്രദ്ധേയമായി. നിബ്രാസ് അബ്ദുള്ളയാണ് ഓപ്ഷൻ പരിപാടിക്ക് നേതൃത്വം നൽകിയത്. കിഴക്കൻ പ്രവിശ്യയിലെ ക്രിക്കറ്റ് മേഖലയ്ക്ക് നൽകിയ സേവനത്തെ മുൻനിർത്തി സുരേഷ് റാവുത്തര് വേദിയിൽ വെച്ച് OGC ഡയറക്ടർ മുഹമ്മദ് മസൂദ് മെമന്റോ നൽകി ആദരിച്ചു. AME ഡയറക്ടർ വിപിൻ ദാസ്, ചോയ്സ് ഇന്റർനാഷണൽ ഡയറക്ടർ ജോൺ കോശി എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ചെയർമാൻ നജീം ബഷീർ, ജനറൽ കൺവീനർ ഷൈജു വിളയിൽ, ട്രഷറർ ബിജു സിയാദ്, IT വിഭാഗം മാനേജർ സലീം ഷാഹുദ്ദീൻ, നൌഷാദ് തഴവ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ഷിജാദ്, മുകേഷ് ഉണ്ണി, സജിത്ത്, അബി, നിസാർ കാരാളിമുഖ്, മജ്റൂഫ്, അനസ് ബഷീർ, റഷീദ് റാവുത്തർ, അൻസാരി ബസാം, ആസിഫ് താനൂർ, രാജേഷ് ഖാൻ എന്നിവർ സംസാരിച്ചു. സുബൈറുദ്നൂർ, 24, ദബാം.
വിഖ്യാത എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിനെ പ്രവാസി ദോഹ അനുസ്മരിച്ചു. ICC മുംബൈ ഹാളിൽ നടന്ന പരിപാടിയിൽ ഉള്ളാട്ടിൽ അച്ചു വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഈ വർഷത്തെ പ്രവാസി ദോഹ ബഷീർ പുരസ്കാര ജേതാവ് ഡോക്ടർ K. സുരേഷ് കുമാറിനെ CV റപ്പായി പരിചയപ്പെടുത്തി. പരിപാടിക്കിടെ സദസ്സിൽ വെച്ച് അച്ചു അഷ്റഫ് ബഷീറിന്റെ ചിത്രം വരച്ചു. KM വർഗീസ് സ്വാഗതവും ജലീൽ നന്ദിയും രേഖപ്പെടുത്തി. ഈ വർഷത്തെ എമ്രാത്തി വനിതാ ദിന പ്രമേയത്തിന് അംഗീകാരമായി. കൈകൾ കോർത്ത് ഞങ്ങൾ 50 വർഷം ആഘോഷിക്കുന്നു എന്ന പ്രമേയത്തിലാണ് ഈ വർഷത്തെ വനിതാ ദിനം ആചരിക്കുക. എല്ലാ വർഷവും ഓഗസ്റ്റ് 28-നാണ് വനിതാ ദിനം ആഘോഷിക്കുന്നത്. 1975 ജനറൽ വിമൻസ് യൂണിയൻ സ്ഥാപിതമായതിന്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഈ വർഷത്തെ ആഘോഷം നടക്കുക. ജനറൽ വിമൻസ് യൂണിയൻ ചെയർപേഴ്സണും UAE സുപ്രീം കൗൺസിൽ ഫോർ മദർഹുഡ് ആൻഡ് ചൈൽഡ്ഹുഡ് പ്രസിഡന്റും ഫാമിലി ഡെവലപ്മെന്റ് ഫൗണ്ടേഷൻ സുപ്രീം ചെയർവുമനുമായ രാഷ്ട്രമാതാവ് ഷെയ്ഖ ഖലീഫ ബിൻ മുബാറക്കാണ് ഔദ്യോഗിക പ്രമേയം നിർദ്ദേശിച്ചത്. കൈകൾ കോർത്ത് തങ്ങൾ 50 വർഷം ആഘോഷിക്കുന്നെന്ന പ്രമേയത്തിലാണ് ഈ വർഷത്തെ ആഘോഷങ്ങൾ നടക്കുക. സമൂഹ പങ്കാളിത്തത്തിന്റെയും 5 പതിറ്റാണ്ടുകളായി എമിറാത്തി സ്ത്രീകളുടെ തുടർച്ചയായ നേട്ടങ്ങളുടെയും ദേശീയ ആഘോഷത്തെ ഈ പ്രമേയം പ്രതിഫലിപ്പിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഹാൻഡ് ഇൻ ഹാൻഡ് എന്ന പ്രമേയത്തിൽ 2025 സമൂഹ വർഷമായി UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ പ്രഖ്യാപിച്ചതിനെ ചുവടുപിടിച്ചാണ് വനിതാ ദിനാചരണത്തിന് ഈ പ്രമേയം തെരഞ്ഞെടുത്തത്. എല്ലാ വർഷവും ഓഗസ്റ്റ് 28-നാണ് വനിതാ ദിനം ആഘോഷിക്കുന്നത്. 24 ദുബായ്. സാഹസിക ടൂറിസത്തിന്റെ ഹോട്ട്സ്പോട്ടായി ഒമാൻ. പ്രകൃതിദത്തവും സാംസ്കാരികവുമായ സവിശേഷതകളാണ് ഒമാനിലേക്ക് സാഹസിക സഞ്ചാരികളെ ആകർഷിക്കുന്ന പ്രധാന ഘടകം. ഒമാനിലെ പർവ്വതനിരകൾ, വൈവിധ്യമാർന്ന ഭൂപ്രകൃതി എന്നിവയാണ് സാഹസിക വിനോദസഞ്ചാരത്തിൽ ഒമാനെ വേറിട്ടതാക്കുന്നത്. കിഴക്കൻ പടിഞ്ഞാറൻ അൽ ഹജർ പർവ്വതനിരകൾ, ദോഫാർ, മുസന്ദം തുടങ്ങിയ പ്രദേശങ്ങളുടെ മനോഹാരിത എന്നിവ വിനോദസഞ്ചാരികളെ വലിയ തോതിലാണ് ഒമാനിലേക്ക് ആകർഷിക്കുന്നത്. ഒമാന്റെ സാഹസിക ടൂറിസം വികസനം മികച്ച അന്താരാഷ്ട്ര രീതികളിലൂടെ രൂപപ്പെടുത്തിയവയാണെന്ന് അധികൃതർ അറിയിച്ചു. ടൂറിസ്റ്റ് ഓപ്പറേറ്റർമാർക്കായി നിലവിൽ ലൈസൻസിംഗ് സംവിധാനം ഉൾപ്പെടെ അധികൃതർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സാഹസിക കമ്പനികൾക്കായി ഒരു റിസ്ക് സുരക്ഷാ ഓഡിറ്റ് സംവിധാനവും വികസിപ്പിച്ചു വരികയാണെന്നും അധികൃതർ അറിയിച്ചു. സുരക്ഷ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി പ്രതിരോധ മന്ത്രാലയവുമായും ഒമാനി ഗൈഡുകളെ പരിശീലിപ്പിക്കുന്നതിനായി റോയൽ ആർമി ഓഫ് ഒമാന്റെ സാഹസിക പരിശീലന കേന്ദ്രവുമായും മന്ത്രാലയം സഹകരിച്ചു വരുന്നുണ്ട്. സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയുമായി സഹകരിച്ച് പ്രത്യേക പ്രഥമ ശുശ്രൂഷ പർവ്വതരക്ഷാ പരിപാടികളും നടത്തി വരികയാണെന്നും അധികൃതർ അറിയിച്ചു. 24 ഒമാൻ. കേരള സർവകലാശാലയിലെ ഭരണ പ്രതിസന്ധിക്ക് ആയവില്ല. രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ സിൻഡിക്കേറ്റ് പിൻവലിച്ചെങ്കിലും സർവകലാശാലയിൽ ഇന്നും കസേരകളിയായിരുന്നു. സിൻഡിക്കേറ്റിനെ മറികടന്ന് വീണ്ടും വൈസ് ചാൻസലർ താൽക്കാലിക രജിസ്ട്രാറെ നിയമിച്ചു. ചാൻസലർക്ക് ഡോക്ടർ സിസ തോമസ് റിപ്പോർട്ടും നൽകി. അതിനിടെ രജിസ്ട്രാർ KS അനിൽകുമാർ നൽകിയ ഹർജി ഹൈക്കോടതി തീർപ്പാക്കി. വൈസ് ചാൻസലർ സിൻഡിക്കേറ്റ് പോരിൽ അസാധാരണമായ ഭരണ പ്രതിസന്ധിയാണ് കേരള സർവകലാശാലയിൽ. പ്രത്യേക സിൻഡിക്കേറ്റ് യോഗം വിളിച്ച് സസ്പെൻഷൻ പിൻവലിച്ചതിനെ തുടർന്ന് ഡോക്ടർ KS അനിൽകുമാർ സർവകലാശാല ആസ്ഥാനത്തെത്തി. താൽക്കാലിക വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസിന്റെ കാരണം കാണിക്കൽ നോട്ടീസ് അവഗണിച്ച് രജിസ്ട്രാർ ചുമതലയുണ്ടായിരുന്ന P. ഹരികുമാർ അവധിയിൽ പ്രവേശിച്ചു. പിന്നാലെ പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ഡയറക്ടർ മിനി കാപ്പനെ രജിസ്ട്രാറുടെ ചുമതല നൽകി താൽക്കാലിക വൈസ് ചാൻസലർ സിസ തോമസ് ഉത്തരവിറക്കി. ഇതോടെ സർവകലാശാലയിൽ 2 രജിസ്ട്രാർമാർ എന്ന നിലയിലായി. ഇതിനിടെ സിൻഡിക്കേറ്റ് ചേർന്ന് സസ്പെൻഷൻ റദ്ദാക്കിയ സാഹചര്യത്തിൽ ഹർജി പിൻവലിക്കുന്നതായി ഡോക്ടർ KS അനിൽകുമാർ ഹൈക്കോടതി അറിയിച്ചു. ഹൈക്കോടതി ഹർജി തീർപ്പാക്കി. എന്നാൽ ഹൈക്കോടതിയെ വിമർശിച്ച മുൻ MLA കൂടിയായ സിൻഡിക്കേറ്റ് അംഗം R. രാജേഷിനെതിരെ കോടതി സ്വമേധയാ കേസെടുക്കും. ഗവർണറോട് വിവാദങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. ഇവിടെ നിരന്തരം നമ്മുടെ ക്യാമ്പസുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇടപെടലുകൾ നടക്കുന്നു. അത് ഒരു കാവ്യവൽക്കരണ അജണ്ടയുടെ ഭാഗമാണ് എന്ന് നന്നായി തിരിച്ചറിഞ്ഞു പോകണം എന്ന് തന്നെ അത് ഉറക്കെ പറയേണ്ട കാലമായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. സർക്കാരും ഗവർണറും ചേർന്ന് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്നെന്ന് പ്രതിപക്ഷ നേതാവ്. രജിസ്ട്രാറുടെ സസ്പെൻഷൻ പിൻവലിച്ച സിൻഡിക്കേറ്റ് നടപടി നിയമപരമല്ലെന്ന് ഗവർണർക്ക് താൽക്കാലിക VC റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം. സർവകലാശാല വിഷയത്തിൽ കടുത്ത നടപടിയുമായി രാജ്ഭവൻ. കേരള സർവകലാശാല സിൻഡിക്കേറ്റ് പിരിച്ചുവിടാമെന്ന് ഗവർണർക്ക് നിയമോപദേശം ലഭിച്ചു. രാജ്ഭവൻ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ശ്രീകുമാറും സ്വകാര്യ അഭിഭാഷകരും നിയമോപദേശം നൽകി. ഗവർണറുടെ തീരുമാനം നാളെ ഉണ്ടാകും. ഡോക്ടർ സിസ തോമസിന്റെ റിപ്പോർട്ടിലാണ് നിയമോപദേശം.
പത്തനംതിട്ട കോന്നിയിൽ പാറമട അപകടത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളിക്ക് ദാരുണാന്ത്യം. മറ്റൊരാൾ കൂടി അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ 24 ലഭിച്ചു. പ്രതികൂല കാലാവസ്ഥയും പാറ ഇടിഞ്ഞു വീഴുന്നതും കണക്കിലെടുത്ത് രക്ഷാപ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചു. രാവിലെ 7-ന് തിരച്ചിൽ പുനരാരംഭിക്കുമെന്ന് ജില്ലാ കളക്ടർ വ്യക്തമാക്കി. അപകടത്തിന് പിന്നാലെ ക്വാറിയുടെ പ്രവർത്തനം നിരോധിച്ച് കളക്ടർ ഉത്തരവിറക്കി. ഉച്ചതിരിഞ്ഞ് 3 മണിയോടെയായിരുന്നു കോന്നി പയ്യനാമൺ ചെങ്കളത്ത് ക്വാറി ഇൻഡസ്ട്രീസിൽ അപകടമുണ്ടായത്. ഇതര സംസ്ഥാന തൊഴിലാളികളായ ഹിറ്റാച്ചി ഓപ്പറേറ്റർ അജയ് റായ്, സഹായ് മഹാദേവ പ്രധാൻ എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത്. ഉടൻ തന്നെ ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തിയെങ്കിലും പാറ ഇടിഞ്ഞു വീണുകൊണ്ടിരുന്നത് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായി. ജിയോളജിസ്റ്റ് എന്താ വെച്ചാൽ ഇത് അളന്നത്? ഞങ്ങൾ ഡ്രോൺ സർവേ നടത്തണം ഞങ്ങൾ ഇത് പറഞ്ഞിട്ട് 6 മാസത്തിൽ കൂടുതലായി. കാരണം ഇത് എത്ര പൊട്ടിച്ചിട്ടുണ്ട് എന്താണെന്ന് അറിയാൻ വേണ്ടി ഡ്രോൺ സർവേ നടത്തണമെന്ന് ഇതുവരെ ജിയോളജിസ്റ്റ് അതിന് ഒരുങ്ങിയിട്ടില്ല. ഈ മരണത്തിന് പൂർണ്ണ ഉത്തരവാദി കോന്നി പഞ്ചായത്ത് സെക്രട്ടറിയും ജിയോളജിസ്റ്റുമാണ്. ഇതിനിടെ പാറ കഷ്ണങ്ങൾക്കിടയിൽ നിന്നും മഹാദേവ പ്രധാന്റെ മൃതദേഹം ഫയർഫോഴ്സ് പുറത്തെടുത്തു. രക്ഷാപ്രവർത്തനങ്ങൾക്ക് തിരുവല്ലയിൽ നിന്നുള്ള NDRF സംഘവും സ്ഥലത്തെത്തി. എന്നാൽ പാറ ഇടിഞ്ഞതോടെ തിരച്ചിൽ തടസ്സപ്പെട്ടു. ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാനായ ജില്ലാ കളക്ടർ നേരിട്ടെത്തി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. രാവിലെ 7 മണിയോടെ തിരച്ചിൽ പുനരാരംഭിക്കുമെന്ന പ്രേംകൃഷ്ണൻ IAS. അതിൻ്റെ മുകളിലെല്ലാം പാറ മൂടി കിടക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ ഫയർഫോഴ്സിനെ കൊണ്ട് ആ ഒരു സ്ഥലം ചെക്ക് ചെയ്തിട്ട് അത് റിമൂവ് ചെയ്യാൻ വേണ്ടി ക്രെയിനും കാര്യങ്ങളും കൊണ്ടുവരാനിരിക്കുമ്പോഴാണ് ഇപ്പോൾ വലിയ പാറ സ്ലിപ്പായി മൊത്തം താഴെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പം നല്ല ഈർപ്പവും ചെറിയ മഴയും ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു അവസരത്തിൽ നമുക്ക് ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് കടക്കുക വളരെ ഡേഞ്ചറസ് ആണ്. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഇന്നത്തെ നമുക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് ഡ്രോൺ ഉപയോഗിച്ച് നമ്മൾ സർവേ ചെയ്ത് നോക്കിയ ശേഷം നാളെ രാവിലെ വീണ്ടും പുനരാരംഭിക്കാമെന്നാണ് കരുതുന്നത്. കോന്നി പഞ്ചായത്തിൽ മാത്രം 8ഓളം ക്വാറികളാണ് പ്രവർത്തിക്കുന്നത്. ദുരന്തമുണ്ടായ ക്വാറിയടക്കം ഇതിൽ പലതും അപകടകരമായ രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്നാണ് ആക്ഷേപം. 24 പത്തനംതിട്ട. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് ഇന്നും വ്യാപക പ്രതിഷേധം. തിരുവനന്തപുരത്ത് മഹിളാ കോൺഗ്രസ് മാർച്ചിൽ സംഘർഷമുണ്ടായി. ഇടുക്കിയിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിനിടെ ചാണ്ടിയുമ്മൻ MLA അടക്കമുള്ള നേതാക്കളെ ബലം പ്രയോഗിച്ച് നീക്കി. ആലപ്പുഴയിൽ BJP പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി. സെക്രട്ടേറിയറ്റിലേക്ക് മഹിളാ കോൺഗ്രസ് നടത്തിയ മാർച്ച് 1 മണിക്കൂറോളം സംഘർഷഭരിതമായിരുന്നു. പ്രവർത്തകർക്ക് നേരെ പോലീസ് പലതവണ ജലപീരങ്കി പ്രയോഗിച്ചു. ഇടുക്കി ജില്ലാ ആശുപത്രിയിലേക്ക് ചാണ്ടിയുമ്മൻ MLAയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. ചാണ്ടിയുമ്മൻ അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്ത് നീക്കി. ഇടുക്കി ജില്ലാ ആശുപത്രിയിലേക്ക് BJP നടത്തിയ മാർച്ചിലും സംഘർഷമുണ്ടായി. തൃശൂരിലും ആലപ്പുഴയിലും BJP പ്രവർത്തകർ പോലീസുമായി ഏറ്റുമുട്ടി. പാലക്കാട് DMO ഓഫീസിലേക്ക് BJP മാർച്ച് നടത്തി. BJP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് നടത്തിയ മാർച്ച് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു. കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക് ശോഭാ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ BJP മാർച്ച് നടത്തി. യൂത്ത് കോൺഗ്രസ് കോഴിക്കോട് ജില്ലാ കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിലും ജലപീരങ്കി. ആരോഗ്യമന്ത്രിക്കെതിരായ പ്രതിഷേധം വരും ദിവസങ്ങളിലും വ്യാപിപ്പിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ന്യൂസ് ഡെസ്ക് 24. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം തകർന്ന് മരിച്ച ബിന്ദുവിന്റെ മകൾ നവമിയെ തുടർ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെയാണ് നവമിയെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കുന്നത്. ബിന്ദുവിന്റെ കുടുംബത്തെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സന്ദർശിച്ചു. അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമായതിനാലാണ് ബിന്ദുവിന്റെ മരണാനന്തര ചടങ്ങുകൾക്ക് പോലും കാത്തുനിൽക്കാതെ മകൾ നവമിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വീഴ്ചയിൽ നടുവിനേറ്റ പരിക്കും തുടർന്ന് കഴുത്തിനേറ്റ അണുബാധയും കാരണം 2 ശസ്ത്രക്രിയയാണ് നവമിക്ക് വേണ്ടത്. പ്രത്യേക മെഡിക്കൽ സംഘത്തെ നിയോഗിച്ചുകൊണ്ട് സൗജന്യമായാണ് തുടർ ചികിത്സ. ബിന്ദുവിന്റെ മരണത്തിന് പിന്നാലെ നവമിയുടെ ചികിത്സ സർക്കാർ ഏറ്റെടുത്തിരുന്നു. സർക്കാരിന്റെ സഹായം ആശ്വാസമായെന്ന് ബിന്ദുവിന്റെ ഭർത്താവ് ബിസ്രുദൻ 24നോട്. തീർച്ചയായും പഠിക്കാൻ പോകണം. ശസ്ത്രക്രിയക്കായി കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് നവമിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വ്യാഴാഴ്ചയാണ് കെട്ടിടം തകർന്നുണ്ടായ ദാരുണാപകടത്തിൽ ബിന്ദു മരിച്ചത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തലയോലപ്പറമ്പിലെ ബിന്ദുവിന്റെ വീട്ടിലെത്തി കുടുംബത്തെ സന്ദർശിച്ചു.
ഇത് മിനിമം ഒരു കോമ്പൻസേഷൻ സംസ്ഥാന സർക്കാർ ചെയ്യണം. ഒരു കുറ്റകരമായ ഒരു അനാസ്ഥയായിരുന്നു എന്നാണ് ഞങ്ങൾ അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ കുടുംബത്തിന് വേണ്ടി എല്ലാവിധ സഹായം സംസ്ഥാന സർക്കാർ നൽകണം. ധനസഹായം, സ്ഥിരം തൊഴിൽ ഉൾപ്പെടെ ഉന്നയിച്ച ആവശ്യങ്ങളിൽ സർക്കാർ ഇടപെടൽ കാത്തിരിക്കുകയാണ് ബിന്ദുവിന്റെ കുടുംബം. 24 കോട്ടയം. MSC എൽസാത്രി കപ്പൽ അപകടത്തിൽ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയോട് 9,531 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ. സർക്കാർ ഫയൽ ചെയ്ത അഡ്മിറാലിറ്റി സ്യൂട്ടിന് പിന്നാലെ MSC അക്കിറ്റേറ്റ 2 കപ്പൽ അറസ്റ്റ് ചെയ്യാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. കപ്പലപകടവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന്റെ നിർണായക ഇടപെടൽ. പരിസ്ഥിതി സമുദ്രോൽപാദന നഷ്ടത്തിലാണ് അഡ്മിറാലിറ്റി സ്യൂട്ട് ഫയൽ ചെയ്തത്. 9,531 കോടി രൂപയാണ് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിട്ടുള്ളത്. അഡ്മിറാലിറ്റി സ്യൂട്ടിന്റെ പശ്ചാത്തലത്തിൽ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള MSC അക്കിറ്റേറ്റ 2 കപ്പൽ അറസ്റ്റ് ചെയ്യാനും ഹൈക്കോടതി ഉത്തരവിട്ടു. നിലവിൽ വിഴിഞ്ഞം പോർട്ടിലാണ് കപ്പൽ ഉള്ളത്. നഷ്ടപരിഹാര തുക കെട്ടിവെക്കാൻ 10-ാം തീയതി വരെ കോടതി സമയം അനുവദിച്ചിട്ടുണ്ട്. ഹർജി അടുത്ത ദിവസം വീണ്ടും പരിഗണിക്കുമ്പോൾ MSC ഷിപ്പിംഗ് കമ്പനി ഹൈക്കോടതിയിൽ നിലപാടറിയിക്കും. മുൻപ് MSCയുടെ 2 കപ്പലുകൾ നഷ്ടപരിഹാരം കെട്ടിവെച്ചതിന് പിന്നാലെ വിട്ടു നൽകിയിരുന്നു. എന്നാൽ ഇത്തവണ ഭീമമായ തുകയായതിനാൽ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി പ്രതിരോധത്തിലാണ്. കപ്പലപകടവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള പൊതുതാൽപര്യ ഹർജികൾ ഈ മാസം 20-ന് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. വിഷ്ണു സുരേഷ്, 24 കൊച്ചി. നിപ സ്ഥിരീകരിച്ച പാലക്കാടും മലപ്പുറത്തും ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ അധ്യക്ഷതയിൽ പ്രത്യേക അവലോകന യോഗം ചേർന്നു. 461 പേർ സമ്പർക്ക പട്ടികയിലുണ്ട്. ഇതിൽ 27 പേർ ഹൈറിസ്ക് വിഭാഗത്തിലാണ്. സമ്പർക്ക പട്ടികയിലെ 48 പേരുടെ സാമ്പിൾ പരിശോധിച്ചതിൽ 46 പേരും നെഗറ്റീവായത് ആശ്വാസമായി. സംസ്ഥാനത്ത് ആദ്യമായാണ് 2 ജില്ലകളിൽ ഒരേ സമയം നിപ സ്ഥിരീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കടുത്ത ജാഗ്രതയിലാണ്. 2 ജില്ലകളിലുമായി 461 പേർ സമ്പർക്ക പട്ടികയിലുണ്ട്. മലപ്പുറത്ത് 252 പേരും പാലക്കാട് 209 പേരും. മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള 2 ആരോഗ്യ പ്രവർത്തകരിൽ ഒരാൾ CT സ്കാൻ ടെക്നീഷ്യനാണ്. മന്ത്രി പറഞ്ഞു, മലപ്പുറത്ത് 252 പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. പാലക്കാട് 209 പേരും സമ്പർക്ക പട്ടികയിലുണ്ട്. ഇതിൽ കുറച്ച് പേര് കോഴിക്കോട് ജില്ലയിലുമുണ്ട്. ആകെ 461 പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. 461 പേരിൽ 27 പേരാണ് ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ളവർ. 27 പേരിൽ 4 പേര് പനി ലക്ഷണങ്ങളുണ്ട്. 48 പേരുടെ സാമ്പിളുകൾ പരിശോധിച്ചു. അതിൽ 46 സാമ്പിളുകൾ നെഗറ്റീവാണ് എന്നുള്ളത് കണ്ടെത്തി. ഹൈറിസ്ക് പട്ടികയിലുള്ള എല്ലാവരെയും ക്വാറന്റൈനിലാക്കി. 21 ദിവസം ക്വാറന്റൈൻ പാലിക്കണം. മലപ്പുറം, പാലക്കാട്, കോഴിക്കോട് ജില്ലയിലുള്ളവർ നിർബന്ധമായും മാസ്ക് ധരിക്കണം. കണ്ടെയ്ൻമെന്റ് സോണിൽ താമസിക്കുന്ന ഇതര പ്രദേശങ്ങളിൽ ജോലി ചെയ്യുന്ന അധ്യാപകർക്ക് സ്പെഷ്യൽ കാഷ്വൽ ലീവ് അനുവദിക്കാനും വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ ക്ലാസ് ഏർപ്പെടുത്താനും വിദ്യാഭ്യാസ വകുപ്പ് സംവിധാനം ഒരുക്കണമെന്നും മന്ത്രി വീണ ജോർജ് ആവശ്യപ്പെട്ടു. മലപ്പുറത്ത് 8706 വീടുകളിൽ പനി ബാധിതരെ കണ്ടെത്താനുള്ള സർവൈലൻസ് പൂർത്തിയാക്കി. നിപയുമായി ബന്ധപ്പെട്ടുള്ള വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത്തരം കേസുകൾ സൈബർ സെല്ലിന് കൈമാറുമെന്നും അറിയിച്ചു. 24 മലപ്പുറം. റഫാൽ യുദ്ധവിമാനങ്ങൾക്ക് ഗുണനിലവാരം ഇല്ലെന്ന് ചൈന വ്യാപക പ്രചാരണം നടത്തിയതായി ഫ്രഞ്ച് രഹസ്യാന്വേഷണ ഏജൻസിയുടെ വെളിപ്പെടുത്തൽ. ചൈനീസ് നിർമ്മിത ആയുധങ്ങളുടെ വിൽപ്പന കൂട്ടുകയായിരുന്നു ലക്ഷ്യം. ഓപ്പറേഷൻ സിന്ദൂറിനിടെ പാകിസ്ഥാൻ റഫാൽ വിമാനങ്ങൾ വെടിവെച്ചിട്ടെന്ന പ്രചാരണം ദസോ ഏവിയേഷൻ CEO തള്ളി. അത്യാധുനിക പോർവിമാനങ്ങളിൽ മുൻപന്തിയിലാണ് റഫാലിന്റെ സ്ഥാനം. ഫ്രാൻസിന്റെ ആയുധ കയറ്റുമതിയിൽ പ്രധാന പങ്ക് വഹിക്കുന്നതും റഫേൽ അടക്കമുള്ള ആയുധങ്ങൾ. ഇത് തടയിടാനാണ് വിവിധ രാജ്യങ്ങളിലെ അറ്റാഷിമാരെ ഉപയോഗിച്ച് ചൈന പ്രചാരണം നടത്തിയതെന്നാണ് വെളിപ്പെടുത്തൽ. ഫ്രഞ്ച് രഹസ്യാന്വേഷണ ഏജൻസികളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസ്സാണ് സംഭവം പുറത്തുവിട്ടത്. ചൈന വ്യാജ വീഡിയോ ഉൾപ്പെടെ നിർമ്മിച്ചു. റഫാലിൻ്റേതെന്ന തരത്തിൽ ചില വിമാനാവശിഷ്ടങ്ങളുടെ ചിത്രവും വീഡിയോ ഗെയിമിന്റെ സീനുകളും പ്രചരിപ്പിച്ചവയിൽ ഉൾപ്പെടുന്നു. എന്നാൽ ആരോപണം ചൈന നിഷേധിച്ചു. അടുത്തിടെ ഇന്ത്യക്ക് പുറമെ ചില ഏഷ്യൻ രാജ്യങ്ങളും റഫാൽ യുദ്ധവിമാനങ്ങൾ വാങ്ങിയിരുന്നു. അതേസമയം ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഇന്ത്യയുടെ 3 റഫാൽ വിമാനങ്ങൾ വെടിവെച്ചിട്ടെന്ന പാക് പ്രചാരണം ദസോ ഏവിയേഷൻ CEO എറിക് ട്രാപ്പിയർ തള്ളി. ഒരു വിമാനത്തിന് ചില സാങ്കേതിക തകരാറുണ്ടായെന്നല്ലാതെ പാകിസ്ഥാൻ വെടിവെച്ചിട്ടില്ലെന്ന് CEO സ്ഥിരീകരിച്ചു. 24 ഡൽഹി. ബുള്ളറ്റിൻ പൂർത്തിയാവുന്നു.